മുസ്ലിം ലീഗ് മയക്കുമരുന്ന് കച്ചവടക്കാരുടെ പാർട്ടിയായി മാറി. ഫിറോസിനെതിരെ പരാതി നൽകും. പി.കെ. ഫിറോസിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് കെ.ടി. ജലീൽ എം.എൽ.എ. മുസ്ലിം ലീഗ് എന്ന പാർട്ടി മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും പാർട്ടിയായി മാറിയതായും ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ നേതാക്കളുണ്ടായിരുന്ന പാർട്ടി ഇന്ന് മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും വിഹാര കേന്ദ്രമാണെന്നും കെ.ടി. ജലീൽ മലപ്പുറത്ത് ആരോപിച്ചു. പി.കെ. ഫിറോസിന്റെ സഹോദരൻ എത്രയോ നാളായി രാസലഹരി ഉപയോഗിക്കുന്നു. ഇതറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് ഫിറോസ് പോലീസിലോ എക്സൈസിലോ പരാതിപ്പെട്ടില്ല? നൂറുകണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിച്ച സഹോദരനെ എന്തുകൊണ്ട് ഫിറോസ് നിയന്ത്രിച്ചില്ല? അദ്ദേഹം അത് ചൂണ്ടിക്കാട്ടി കൊടുക്കുകയല്ലേ വേണ്ടിയിരുന്നത്? മുസ്ലിം ലീഗ് നടത്തിയ ലഹരി വിരുദ്ധ ക്യാമ്പയിന് വലിയ പ്രചാരമാണ് കിട്ടിയത്. ആ ക്യാമ്പയിൻ തീരുമാനിക്കും മുൻപെങ്കിലും എന്തുകൊണ്ട് ഫിറോസ് അത് പുറംലോകത്തെ അറിയിച്ചില്ല? അറിഞ്ഞുകൊണ്ടൊരു വസ്തുത മറച്ചുവെച്ചത് തെറ്റ്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാമല്ലോ എന്നും കെ.ടി. ജലീൽ പറഞ്ഞു. മതവും ദീനും ഉദ്ധരിച്ച് പ്രസംഗിക്കുന്നയാൾ, മയക്കുമരുന്നിന് അഡിക്റ്റായ ഒരാൾ വീട്ടിലുണ്ടായിട്ട് എന്തുകൊണ്ടത് സമൂഹത്തെ അറിയിച്ചില്ല? ഇതിന് ഫിറോസും പാർട്ടിയും മറുപടി പറയണമെന്നും പി.കെ. ഫിറോസിന് ഈ ലഹരി ഇടപാടിൽ പങ്കിട്ടു എന്ന് പറഞ്ഞാൽ തെറ്റ് പറയാനാകുമോ എന്നും കെ.ടി. ജലീൽ കൂട്ടിച്ചേർത്തു. വേലയും കൂലിയും ഇല്ലാത്ത ഫിറോസ് എങ്ങനെ ഇത്രയും വില കൊടുത്ത് സ്ഥലം വാങ്ങി? ഇത്രയും വലിയ വീട് വെച്ചു? എന്താണ് ഫിറോസിന് ജോലി? എന്താണ് വരുമാനം? വിദേശ ബിസിനസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് നിക്ഷേപം? ആ പണം എവിടുന്ന് കിട്ടിയെന്നും കെ.ടി. ജലീൽ ചോദിക്കുന്നു. ലീഗിന്റെ നേതാക്കൾ ലഹരിക്കേസിലും സാമ്പത്തിക തട്ടിപ്പിലും കുടുങ്ങുന്നുവെന്നും നേതാക്കളെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്നും ജലീൽ ചോദിച്ചു. മലപ്പുറം ജില്ലയിൽ സാമ്പത്തിക തട്ടിപ്പ് കൂടുന്നുവെന്നും മുഖപത്രം പോലെ സാമ്പത്തിക തട്ടിപ്പിന് ഉപയോഗിക്കുന്നുവെന്നും ഇതിന് വെള്ളവും വളവും കൊടുക്കുകയാണ് മുസ്ലിം ലീഗ് എന്നും കെ.ടി. ജലീൽ ആരോപിച്ചു.